പല അമ്മമാരും പറയാറുണ്ടല്ലോ നമ്മൾ കുട്ടികൾക്കൊന്നും വെയിറ്റ് വെക്കുന്നില്ലെന്ന്. അപ്പോൾ ബോയ്സിനാണെങ്കിലും ഗേൾസിനാണെങ്കിലും പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് വെയിറ്റ് വെക്കാനുള്ള എൻ്റെ ഒരു 2 റെമഡി പറഞ്ഞു തരട്ടെ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ ബോർഡ് അടിപ്പിക്കാതെ തന്നെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവരുടെയൊക്കെ വീടുകളിലും മിക്കവരൊക്കെ വീടുകളിലും വാങ്ങുന്ന ഒന്നാണ് ഓട്സ് അല്ലേ. അപ്പോൾ ഈ ഒരു ഓട്സ് നിങ്ങൾ വാങ്ങിച്ചിട്ട് ഒരുപാട് വലിയ പാക്കറ്റൊന്നും വാങ്ങണ്ട, ഒരു ചെറിയൊരു പാക്കറ്റ് വാങ്ങിച്ചിട്ട് ഓട്സ് വാങ്ങിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ നമ്മൾ ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വറുത്തിട്ട് എടുത്ത് വയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്കത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കുട്ടികൾക്ക് വെയിറ്റ് വയ്ക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും വലിയ കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ വെയിറ്റ് വയ്ക്കാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് നമ്മൾ ഏത്തപ്പഴം ഒരെണ്ണം എടുത്തിട്ട് ചെറുപഴം എടുക്കാൻ നോക്കരുത്. ഏത്തപ്പഴം വെയിറ്റ് വയ്ക്കാനായിട്ട് നിങ്ങൾ ഇത് ഉണ്ടാക്കാൻ നേരത്ത് ഏത്തപ്പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഒരാഴ്ച കൊണ്ട് നമുക്ക് വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു ഏത്തപ്പഴം. അപ്പോൾ ഈ ഏത്തപ്പഴം നമ്മൾ ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തിട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഓട്സ് ഉണ്ടല്ലോ, വറുത്ത് വെച്ചേക്കുന്ന ഓട്സ് ഇതുപോലെ ഒരു സ്പൂൺ ഓട്സ് അതിനകത്തേക്ക് ഇട്ടിട്ട് ഇതുപോലെ നല്ല നല്ല സൊസൈറ്റിയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നല്ല പാല് കൊഴുപ്പുള്ള നല്ല നെയ്യൊക്കെ ഉള്ള പാല് കിട്ടുവാണെങ്കിൽ നിങ്ങളിത് അവിടുന്ന് വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ് പാലും അതുപോലെ 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ, ചില കുട്ടികൾക്ക് പാൽ അലർജിയുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് ഇതുപോലെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഈ നമുക്ക് ശരീരത്തിന് വളരെ നല്ലതുമാണ്, പ്രതിരോധ ശക്തിക്കും അതുപോലെ ബ്ലഡ് ഉണ്ടാവാനൊക്കെ ആയിട്ടും വളരെ നല്ലതാണ്. ഒരു മിക്ക കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും കണ്ണിൻ്റെയൊക്കെ താഴെ ഇങ്ങനെ വെളുത്ത് കാണാം, നമുക്ക് അനീമിയ പോലെ ഭയങ്കരമായിട്ട് വിളറിയിരിക്കുന്ന കണ്ണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബ്ലഡ് കുറവിൻ്റെയാണ് അത് ഒന്നുകൂടെ ആ ഒരു രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ മഞ്ഞൾക്കൂടെ ചേർത്തിട്ടിട്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഷെയ്ക്ക് അടിച്ചിട്ട് നിങ്ങൾ ബോയ്സിൽ ജിമ്മിലൊക്കെ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലേ, അപ്പം ആ കുട്ടികൾക്ക് അറിയാമായിരിക്കാം ഒരാഴ്ച കൊണ്ട് ഇതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ വണ്ണമൊക്കെ വയ്ക്കാനായിട്ട് ജിമ്മിലൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ അടിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് ഇപ്പോൾ ഇവിടെ ഒരാൾ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, 2 കിലോ കൂടിയിട്ടുണ്ട് ഒരാഴ്ച കൊണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ അടിച്ച് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ഇതുപോലെ നിങ്ങൾക്കത് ഷെയ്ക്ക് അടിച്ച് കുടിക്കാം. പിന്നെ രാവിലെ വൈകുന്നേരം ഏത് നേരത്തായാലും നിങ്ങൾക്കത് കുടിക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കേണ്ടത് എന്നാണെന്നറിയാമോ, ചെറുപയർ നിങ്ങൾ ഈ ഒരു രീതിയിൽ മുളപ്പിച്ചിട്ട് വേണ്ടി നിങ്ങൾക്കത് കഴിക്കാം കേട്ടോ. മുളപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. മുളപ്പിക്കാതിരിക്കുകയോ അതൊക്കെ ഇഷ്ടം. ഒരുപാട് ഉപ്പിടാതെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ പുഴുങ്ങിയെടുക്കുക. പുഴുങ്ങിയെടുക്കുമ്പം നിങ്ങളത് ഈ പച്ച ഇതായിട്ടിരിക്കുന്ന പയറുണ്ടല്ലോ അത് 2-3 ദിവസം ഇങ്ങനെ കുതിർത്ത് വയ്ക്കുകയാണെങ്കിൽ അതിങ്ങനെ മുള പൊട്ടും. അപ്പോൾ ഈ മുള പൊട്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ തന്നെ അത് വേവിച്ചെടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അത് പുഴുങ്ങി എടുക്കുകയാണെങ്കിലും നമുക്കത് വെയിറ്റ് വയ്ക്കാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ. ഇനി ഇതുപോലെ നിങ്ങൾ ബദാം എടുത്തിട്ട് 7 ബദാം എണ്ണ എടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ബദാം എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അതിരാവിലെ തന്നെ നിങ്ങൾ 7 എണ്ണം ഈ ഒരു രീതിയിൽ കുതിർത്ത ആ ഒരു ബദാം നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ വെയിറ്റ് പെട്ടെന്ന് കൂടും. അത് പ്രഗ്നൻസി ടൈമിൽ തന്നെ നമുക്കത് അങ്ങനെ കഴിക്കുകയാണെങ്കിൽ അമ്മമാർക്ക് അറിയാൻ പറ്റും, വയറ്റിൽ കിടക്കുന്ന കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് വെയിറ്റ് വയ്ക്കാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല നമ്മൾ ഗർഭിണികൾക്കും അതുപോലെ വണ്ണം വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഈ ഒരു രീതിയിൽ നിങ്ങൾക്കത് കഴിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നിങ്ങൾ ഓട്സ് നിങ്ങൾ ഈ ഒരു രീതിയിൽ എടുത്ത് വയ്ക്കുവാണെങ്കിൽ വറുത്തിട്ട് നിങ്ങൾക്കത് പൊടിച്ച് വയ്ക്കാം. പിന്നെ തീരെ കുഞ്ഞു കുട്ടികളുണ്ടല്ലോ, നമ്മൾ ഈ കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന കുട്ടികളുണ്ടല്ലോ കഴിക്കുന്നത്, അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് നിങ്ങൾ ഈ ഒരു ഓട്സ് വറുത്ത് പൊടിച്ചും അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ വറക്കാൻ നേരത്തുണ്ടല്ലോ ഈ റാഗി കൂടി ഇട്ടിട്ട് നിങ്ങളിത് വറുത്ത് പൊടിച്ച് വയ്ക്കുവാണെങ്കിൽ പാല് ചേർത്തിട്ട് നിങ്ങൾക്കത് കുറുക്കുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വെയിറ്റ് കുറവുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് വെയിറ്റ് വയ്ക്കാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ചില കുട്ടികൾക്ക് ഈ മലബന്ധമൊക്കെ ഉണ്ടാകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു 5-6 നമ്മൾ ഉണക്കമുന്തിരി വാങ്ങാൻ കിട്ടും. ഉണക്കമുന്തിരി 5-6 ആണല്ലോ കേട്ടോ പാക്കറ്റ് വാങ്ങുക. ഉണക്കമുന്തിരിൻ്റെ പാക്കറ്റ് വാങ്ങിച്ചിട്ട് ഒരു 5-6 നിങ്ങൾ തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ തന്നെ ആ ഉണക്കമുന്തിരിയും ആ ഒരു വെള്ളം കൂടെ കൂടിയിട്ട് അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ദഹന കുറവുണ്ടാകുന്ന മൂലമുണ്ടാകുന്ന വിശപ്പുറവും വിശപ്പില്ലായ്മയും ഒരു ക്ഷീണമൊക്കെ അത് മാറി കിട്ടും കേട്ടോ. ബ്ലഡ് ഉണ്ടാവാനും നല്ലതാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. നമുക്ക് പെട്ടെന്ന് വെയിറ്റ് വെക്കാനായിട്ട് ബോയ്സിനും ഗേൾസിനും ഒരുപോലെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് നിങ്ങളൊന്ന് കഴിച്ച് നോക്കേ. അപ്പോൾ 100% നിങ്ങൾക്ക് വെയിറ്റ് വെക്കാം കേട്ടോ. ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് വെയിറ്റ് കൂടും. അപ്പം നിങ്ങളിതിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. പിന്നെ ഫോളോ ചെയ്ത് മനസ്സിലാക്കി ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കുക. ബൈ.